നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഏതാണ്ട് 90% ജനങ്ങളും ഭാരതത്തിലെ വിശ്വാസികളാണ് എന്നാണ് വൈപ്പ്. എന്നാൽ ഈ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലുമൊക്കെ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ആ വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി അത്തരത്തിൽ പ്രചരണം നടത്താറില്ല. പ്രത്യേകിച്ച് പോലീസിലും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. എന്നാൽ ADGP മനോജ് എബ്രഹാം നടത്തിയ ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാസ്റ്റർമാരെ പോലും വെല്ലുന്ന തരത്തിലുള്ള പ്രകടനം അദ്ദേഹം ഈ പരിപാടിയിൽ കാഴ്ചവെച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് എന്തായാലും യേശു നിവർത്തിച്ചു തരുമെന്നും നിങ്ങൾക്ക് എന്തു കുറവുണ്ടെങ്കിലും യേശുവിനെ പ്രാർത്ഥിക്കണമെന്നുമൊക്കെയാണ് ഇപ്പോൾ ADGP മനോജ് എബ്രഹാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സുവിശേഷ പ്രസംഗത്തിൽ കാണുന്ന പാസ്റ്ററെ വെല്ലുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. നമ്മുടെ ADGP മനോജ് എബ്രഹാം തന്നെയാണ് വിശ്വാസികളെ ശബരിമലയിൽ നിന്നും തല്ലി ഓടിക്കാൻ കൂട്ടുനിന്നത് എന്നും മറക്കരുത്. ഇത് അദ്ദേഹത്തിന്റെ പുതിയ മറ്റൊരു മുഖമാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ആർക്കും കുറ്റം പറയാനുള്ള അവകാശമില്ല. ഓരോരുത്തരുടെയും മതപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനും എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശം മനോജ് എബ്രഹാമിനുമുണ്ട്. പക്ഷേ സുവിശേഷ പ്രസംഗം നടത്തുകയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്യുമ്പോൾ മറ്റൊരു മതത്തിന്റെ വിശ്വാസങ്ങളെ, മറ്റൊരു വിശ്വാസത്തിന്റെ ആരാധനക്രമത്തെയൊക്കെ വെല്ലുവിളിക്കുന്നത് ശരിയാണോ എന്ന് നാം ചിന്തിച്ചു നോക്കണം. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു യഥാർത്ഥ സുവിശേഷകൻ തന്നെയാണ് ഈ പ്രഭാഷണം നടത്തുന്നതെന്ന് നമ്മൾ കണ്ടിരിക്കുമ്പോൾ തോന്നിപ്പോകും. ഇത് ഒരാളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയണം. ബാബു പോൾ ഉൾപ്പെടെ മതപരമായ വിഷയങ്ങൾ ഒരുപാട് പേർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ വളരെയധികം വിമർശനത്തിന് പാത്രമായ ഉദ്യോഗസ്ഥന്മാരുമാണ്. എന്നാൽ മനോജ് എബ്രഹാം സർവീസിലിരിക്കുമ്പോൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ക്യാമറയുടെ ടെക്നിക്കാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ സ്വന്തം സമൂഹത്തിന് മുന്നിൽ, സ്വന്തം മതത്തിന് മുന്നിൽ എന്തൊക്കെയാണ് പറയേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. എങ്ങനെയാണ് ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി വിമർശനങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. വീഡിയോ നമുക്കൊന്ന് കാണാം. Will bring you to the heights that you can never ascend on your own. So children, all the youth, just don't stop dreaming. Whatever you dream, your dreams may be the most lofty ones, but believe me, with Christ on your side, you can achieve all your dreams, whatever you dream about. അതുകൊണ്ട് ഇവിടെയുള്ള ചെറുപ്പക്കാരോട്, കുട്ടികളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര ഉന്നതമാണെങ്കിലും കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസം അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ ബലപ്പെടുത്തും. കർത്താവ് അത് നിങ്ങളെ ഏൽപ്പിക്കുമെന്നത് ഉറപ്പാണ്. Even if you don't deserve it, even if you are not smart enough, even if you are not intelligent enough, even if you are not working hard enough, because he is the God of mercy, you are his child, he will give you what you dream about. നിങ്ങൾ അധ്വാനിക്കുന്നത് കുറവാണെങ്കിലും, നിങ്ങളുടെ കഴിവുകൾ കുറവാണെങ്കിലും, നിങ്ങളുടെ യോഗ്യത ഇല്ല എങ്കിൽ തന്നെയും നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഏക കാരണത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നൽകി തരാൻ നമ്മുടെ കർത്താവ് ബാധ്യസ്ഥനാണ്. അവൻ കൃപയുള്ളവനാണ്. അവന്റെ കൃപ നിങ്ങളുടെ മേൽ അപ്രകാരം അവൻ പൊഴിയുക തന്നെ ചെയ്യും. മനോജ് എബ്രഹാമിന് തന്റെ വിശ്വാസത്തെ പറ്റി പറയാൻ അവകാശമുണ്ട്. അവകാശമില്ല എന്ന് ആരും പറയുന്നില്ല. അതേ അവകാശം മനോജ് എബ്രഹാമിന് മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ വരികയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാകുമ്പോൾ സംരക്ഷിക്കാനുള്ള അവകാശം കൂടിയുണ്ട്. അദ്ദേഹം നിയമം അറിയുന്ന, പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ പരിരക്ഷിക്കേണ്ട ഒരാൾ കൂടിയാണ്. എന്നാൽ ശബരിമല വിഷയത്തിൽ അത് കണ്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാക്കുന്നത്.